ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിലെ ഭുവനേശ്വർ നഗരത്തിൽ ഒരു റോഡരികിൽ ഒരു ദമ്പതികൾ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. റോഡിന്റെ വശത്ത് ശാന്തമായി കിടക്കുന്ന 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുഞ്ഞ്, പൂർണ്ണമായും ഒറ്റയ്ക്ക്. ആ കുഞ്ഞിനെ കണ്ടെത്തിയത് 41 വയസ്സുള്ള രാജലക്ഷ്മിയും അവളുടെ ഭർത്താവുമാണ്. കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവരവിടെ എത്തി. ഒരു നവജാത ശിശുവിനെ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുമ്പോൾ ഏത് ദയുള്ള മനുഷ്യനും വേദന തോന്നും. രക്ഷിക്കാനാണ് ആദ്യം ശ്രമിക്കുക. പക്ഷെ രാജലക്ഷ്മിക്കും ഭർത്താവിനും ഈ ഒരു നിമിഷം കുഞ്ഞിനെ രക്ഷിക്കുന്നതിലുപരി അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിച്ചൊരു നിമിഷമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും അവർക്ക് മക്കളൊന്നും ഉണ്ടായില്ല. മാതാപിതാക്കളാകാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ ഒരു ശൂന്യത പടർത്തി. പലർക്കും അമ്മയാകാനും അച്ഛനാകാനും കഴിയുന്ന ആ ഒരു നിമിഷം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അനുഭവമാണ്. രാജലക്ഷ്മി ഭർത്താവും ഈ ഒരു അനുഗ്രഹം ഏറെ കാലം ആഗ്രഹിച്ചു. പക്ഷേ വിധി അതുവരെയും അവർക്കത് നൽകിയില്ല. ആ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ചെറിയ കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നാൾ എല്ലാം മാറി. അവർ അവളുടെ ജീവൻ രക്ഷിച്ചതിൽ മാത്രം നിർത്തിയില്ല, അവളെ സ്വന്തം മകളായി സ്വീകരിച്ചു. അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ശൂന്യത മാറ്റാനും കുഞ്ഞിന് സ്നേഹപൂർണവും സുരക്ഷിതവുമായ ഒരു വീട് നൽകാനും അവർ തീരുമാനിച്ചു. ആ ദിവസത്തിന് ശേഷം രാജലക്ഷ്മിയുടെയും ഭർത്താവിന്റെയും ജീവിതം പൂർണ്ണമായും മാറി. അവർ അതിയായ സന്തോഷത്തോടെ കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ വളർത്തി. അവരുടെ ഓരോ ചിന്തയും ഓരോ തീരുമാനവും ഈ മകളെക്കുറിച്ചായിരുന്നു. അവർ സമ്പന്നരൊന്നും അല്ലായിരുന്നു, പക്ഷേ സുരക്ഷിതവും സ്നേഹപൂർണവുമായ ഒരു സ്ഥിരതയുള്ള ജീവിതം നൽകാൻ മതിയായ സൗകര്യം അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. മാതാപിതാക്കൾ എന്ന പുതിയ ഉത്തരവാദിത്വത്തിൽ അവർ മുഴുകി. മുൻപുണ്ടായിരുന്ന ശൂന്യതയുടെ വേദന പോലും അവർ മറന്നു. ജീവിതം ഒടുവിൽ അവരോട് കരുണ കാണിച്ചുവെന്ന് തോന്നി. എന്നാൽ വീണ്ടും ജീവിതം തന്റെ കഠിന മുഖം കാണിച്ചു. കുഞ്ഞിനെ ദത്തെടുത്ത് വെറും 1 വർഷം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി രാജലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചു. കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് രാജലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത് ഭർത്താവ് മാത്രമായിരുന്നു. ഇരുവരും ശാന്തമായ ഒരു ജീവിതം നയിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം രാജലക്ഷ്മി വീണ്ടും ഒറ്റയ്ക്കായി. മകളെ വളർത്താനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും അവളുടെ ചുമതലയായി. പക്ഷേ ഈ വലിയ നഷ്ടം അവളെ തകർത്തില്ല, അവളെ കൈവിടുകയും ചെയ്തില്ല. മറിച്ച് മുൻപത്തേക്കാൾ കൂടുതൽ ശക്തിയായി, കൂടുതൽ പരിശ്രമത്തോടെ, കൂടുതൽ ശ്രദ്ധയോടുകൂടി മകളെ വളർത്താൻ തീരുമാനിച്ചു. ഈ ദുഃഖകരമായ സംഭവം മകളുടെ ഭാവിയെ ഒരു വിധത്തിലും ബാധിക്കരുത് എന്നവൾ ഉറപ്പാക്കി. കുറച്ച് സമയത്തിനു ശേഷം രാജലക്ഷ്മി ഭുവനേശ്വറിലെ വീട് വിട്ടുപോകാൻ തീരുമാനിച്ചു. അവൾ മകളോടൊപ്പം ഒഡീഷയിലെ ഗണപതി ജില്ലയിലെ പാലഖ്മുണ്ടി എന്ന പട്ടണത്തിലേക്ക് മാറി. അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനായി. ഈ തീരുമാനത്തിന് 2 പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്, രാജലക്ഷ്മിയുടെ അടുത്ത ബന്ധുക്കളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ പ്രയാസകാലങ്ങളിൽ അവർക്കും മകൾക്കും കുടുംബസഹായം ലഭിക്കുമെന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത്തേത്, മകൾക്ക് നല്ല വിദ്യാഭ്യാസവും സുരക്ഷിതമായ വളർച്ച അന്തരീക്ഷവും നൽകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. നഗരത്തിൽ ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നവൾ കരുതി. കാലക്രമേണ രാജലക്ഷ്മിയുടെ മകൾ വളർന്നു. നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അവൾ മകളെ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ ചേർത്തു. ഒറ്റയായിരുന്നിട്ട് മകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജലക്ഷ്മി തന്റെ പരിധി കടന്നുവരെ പരിശ്രമിച്ചു. വീട്ടു ചിലവുകളും ദൈനംദിന ഉത്തരവാദിത്വങ്ങളും എല്ലാം അവൾ ഒറ്റയാളായി തന്നെ കൈകാര്യം ചെയ്തു. എല്ലാ ഭാരവും അവളുടെ ചുമലിലായിരുന്നു. എങ്കിലും ഒരിക്കലും പരാതിപ്പെട്ടില്ല. മകൾ ഒരു ദിവസം വിജയകരമായ, സുരക്ഷിതവും സ്ഥിരവുമായ ഒരു ജീവിതം നയിക്കട്ടെ എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. ആ ആഗ്രഹമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചത്. സ്വന്തം ഗർഭത്തിൽ ജനിച്ച കുഞ്ഞല്ലെങ്കിലും അവളോടുള്ള മാതൃസ്നേഹം നിർമ്മലമായിരുന്നു. പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടലുകളൊന്നുമില്ല. അവളെ സ്വന്തം മകളായി തന്നെ കണ്ടു. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. 54 വയസ്സുള്ള രാജലക്ഷ്മി പുറത്തു നിന്ന് നോക്കുമ്പോൾ നല്ല ആരോഗ്യവതിയായി തോന്നുമെങ്കിലും ഉള്ളിൽ അവൾക്ക് ഹൃദയരോഗത്തോടുള്ളൊരു പോരാട്ടം ഉണ്ടായിരുന്നു. ഇത് മകൾക്കും അയൽക്കാരനും ബന്ധുക്കൾക്കും എല്ലാം അറിയാമായിരുന്നു. അവൾ സ്ഥിരമായി അതിനുള്ള മരുന്നുകളും കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2025 ഏപ്രിൽ മാസം 29-ാം തീയതി രാത്രി രാജലക്ഷ്മി ദേവി അപ്രതീക്ഷിതമായ ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെട്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. സ്ഥിതി മോശമായപ്പോൾ മകൾ അടുത്തുള്ള അയൽക്കാരെ വിളിച്ച് സഹായം ചോദിച്ചു. അയൽക്കാരെത്തിയപ്പോൾ രാജലക്ഷ്മി കിടക്കയിൽ ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അവർ വൈകാതെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയി. ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് രാജലക്ഷ്മി ദേവി മരിച്ചതായി പ്രഖ്യാപിച്ചു. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല? അമ്മയേക്കാൾ മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു 13 വയസ്സുള്ള പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഹൃദയ പ്രശ്നം ഉണ്ടായിരുന്നു. നെഞ്ച് പിടിച്ച് വേദനയിൽ നിലവിളിച്ചു. അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അയൽക്കാരും അതേ കാര്യം തന്നെ സ്ഥിരീകരിച്ചു.
അതുകൊണ്ട് ആശുപത്രി അധികൃതർക്ക് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുള്ള പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജലക്ഷ്മി ദേവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുടുംബത്തിന് വിട്ടു നൽകി. മകൾ ഉടനെ തന്നെ ഭുവനേശ്വറിലുള്ള ബന്ധുക്കളെയും വിവരം അറിയിച്ചു. മൃതദേഹം അവിടെ കൊണ്ടുപോയി അന്തിമ കർമ്മങ്ങൾ നടത്തി. കുടുംബം ഇത് ഹൃദയാഘാതം എന്ന് അംഗീകരിച്ചു. അങ്ങനെ അവസാന കർമ്മങ്ങൾ പൂർത്തിയായി. എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. ജീവിതം മുന്നോട്ടു പോകുന്നത് പോലെ തോന്നി. എന്നാൽ ഇതിനിടയിൽ രാജലക്ഷ്മി ദേവിയുടെ സഹോദരന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം വളരാൻ തുടങ്ങി. ആ ചെറിയ സംശയമാണ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിന്റെ ദിശയെ പൂർണ്ണമായും മാറ്റിയത്. രാജലക്ഷ്മി ദേവിയുടെ അന്തിമ കർമ്മങ്ങൾ പൂർത്തിയായി ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. എങ്കിലും ഏപ്രിൽ 30 മുതൽ തന്നെ സഹോദരനായ ശിവപ്രസാദ് ഇയാളുടെ മനസ്സിൽ ഒരു സമാധാനവും ലഭിച്ചില്ല. ഒരു ശാന്തമായ സംശയം വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. എന്തോ ശരിയല്ല. സഹോദരിയുടെ മരണം ഇത്ര ലളിതമായൊരു കഥയായിരിക്കില്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ വിട്ടുമാറിയതേയില്ല. അവിടെ സംശയം അയാൾക്ക് ഒരാളോട് മാത്രമായിരുന്നു. രാജലക്ഷ്മി ഒരു വിധവയാണ്. ജീവിതത്തിൽ ഉണ്ടായിരുന്നത് 13 വയസ്സുള്ള മകൾ മാത്രം. അത്ര ചെറുപ്പമുള്ള ഒരു കുട്ടിയെ ആരാണ് സംശയിക്കുക? പലരും അങ്ങനെ ചെയ്തില്ല. പക്ഷേ ശിവപ്രസാദ് ആ സാധാരണ പിഴവ് ചെയ്തില്ല. അവൻ പതിയെ പതിയെ ശ്രദ്ധയോടെ തന്റെ അനന്തരവളെ നിരീക്ഷിക്കാൻ തുടങ്ങി. രാജലക്ഷ്മിയുടെ മരണത്തിന് ശേഷം മകൾ ഭുവനേശ്വറിലെ ശിവപ്രസാദിന്റെ വീട്ടിലായിരുന്നു താമസം. ഒരു ദിവസം വൈകുന്നേരം പെൺകുട്ടി കുറച്ചു സമയത്തേക്ക് പുറത്തു പോയി. അവൾ വീട്ടിലില്ലാത്ത സമയത്ത് ശിവപ്രസാദ് അവളുടെ മുറിക്കകത്ത് കയറി. താൻ എന്താണ് അവിടെ അന്വേഷിക്കേണ്ടത് എന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു പഴയ ബാഗിനുള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ അയാൾ കണ്ടെടുത്തു. ഇത് അയാളെ ഞെട്ടിപ്പിച്ചു. കാരണം അവൾ പുറത്തേക്ക് പോയപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഇതാരുടെ ഫോണാണ്? ഉത്തരം കണ്ടെത്താൻ അയാൾ ആ ഫോൺ ഓൺ ചെയ്തു. സ്ക്രീനിൽ തുറന്നു കിടന്നിരുന്നത് ഇൻസ്റ്റഗ്രാം ചാറ്റുകളായിരുന്നു. അവ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വിറച്ചു. ആ ചാറ്റിൽ 13 വയസ്സുള്ള പെൺകുട്ടി തന്റെ ദത്തമ്മയായ രാജലക്ഷ്മിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി 2 യുവാക്കളുമായി ആസൂത്രണം ചെയ്യുന്നുവെന്ന് വ്യക്തമായി കണ്ടു. അതിൽ രാജലക്ഷ്മിയുടെ സ്വർണവും പണവും മോഷ്ടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ മെയ് മാസം 14 രാവിലെ ശിവപ്രസാദ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. താൻ കണ്ടെത്തിയ തെളിവുകളെല്ലാം പോലീസിന് കൈമാറി. ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ നടപടി സ്വീകരിച്ചു. രാജലക്ഷ്മിയുടെ മകൾ, അവളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച 2 യുവാക്കൾ, എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ 2 യുവാക്കൾ? ഇവയെല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചത്? ദത്തെടുത്തതാണെങ്കിലും ഇത്രയും സ്നേഹത്തോടെയും കരുതലോടെയും കൂടി വളർത്തിയ ഒരമ്മയെ കൊല്ലാൻ എങ്ങനെയാണ് അവൾക്ക് തോന്നിയത്? പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആദ്യം പരിചയപ്പെട്ടത് 21 വയസ്സുള്ള ഒരു ക്ഷേത്ര പൂജാരിയായ ഗണേഷ് നാഥിനെയായിരുന്നു. ഗണേഷ് മുഖേന അവൾ 20 വയസ്സുള്ള അവന്റെ സുഹൃത്തായ ധരണിധാർ സാഹുവിനെ പരിചയപ്പെട്ടു. കാലക്രമേണ ഇവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഈ പെൺകുട്ടി ധരണിധാറിനോടും ഈ ഗണേഷിനോടും മാനസികമായും ശാരീരികമായും അടുത്തു. ഇത്ര ചെറുപ്പമുള്ള ഒരു കുട്ടി ഏറെ പ്രായമുള്ള യുവാക്കളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നത് തന്നെ ഗുരുതരമായ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. രാജലക്ഷ്മി ദേവി ഇതറിഞ്ഞപ്പോൾ ഉത്തരവാദിത്തമുള്ള അമ്മ എന്ന നിലയിൽ ശക്തമായി പ്രതികരിച്ചു. ഭുവനേശ്വർ വിട്ട് പാൽഖ്മുണ്ടയിലേക്ക് മാറിയത് അവളുടെ വിദ്യാഭ്യാസത്തിനും ശാസ്ത്രീയമായ ജീവിതത്തിനു വേണ്ടിയായിരുന്നു. അതിനാൽ മകൾ പഠനത്തിൽ നിന്നും വഴിതെറ്റുന്നതായി അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഇക്കാര്യം അവൾ സഹോദരനായ ശിവപ്രസാദിനോടും പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പിന്നീട് അവന്റെ സംശയത്തിനും അടിസ്ഥാനമായി മാറിയത്. മാതാപിതാക്കൾ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കേസിൽ ഈ ആശങ്ക ഒരു ദുരന്തമായ വഴിത്തിരിവിലേക്കാണ് മാറിയത്. ഈ കേസിന്റെ യഥാർത്ഥ ഭീകരത മനസ്സിലാക്കാൻ നമ്മൾ വീണ്ടും ഏപ്രിൽ മാസം 29-ാം തീയതി രാത്രിയിലേക്ക് പോകണം. രാജലക്ഷ്മി ദേവി മകളുടെ ഈ ബന്ധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഗണേഷ് അസ്വസ്ഥനും കോപിതനുമായി. അവൻ പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുകൾ അത്യന്തം ഭയാനകമായിരുന്നു. നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിന്റെ അമ്മ നമ്മുടെ വഴിയിൽ നിന്നും മാറണം. അവൻ സ്വർണ്ണാഭരണത്തെയും പണത്തെയും കുറിച്ചൊക്കെ പറഞ്ഞ് അവളെ പ്രേരിപ്പിച്ചു. ഇതൊരു 13 വയസ്സുകാരിയുടെ മനസ്സിൽ ഭ്രമവും തെറ്റായ ധാരണയും സൃഷ്ടിച്ചു. വർഷങ്ങളായി സ്നേഹത്തോടുകൂടി വളർത്തിയ അമ്മയെ അവൾ പതിയെ പതിയെ ഒരു തടസ്സം എന്ന നിലയിൽ കാണാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം വഴി 2ാമത്തെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവൾ ധരണിധാർ സാഹുവുമായും
ഗണേശുമായും രഹസ്യമായി പദ്ധതികൾ തയ്യാറാക്കി. ആ രാത്രി ഭക്ഷണം ചൂടാക്കുന്നതിനിടെ അവൾ വലിയ അളവിൽ ഉറക്കമരുന്ന് അമ്മയുടെ ഭക്ഷണത്തിൽ കലർത്തി. എന്നിട്ട് അമ്മയുമായി ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച് ചിരിച്ചു കളിച്ചിരുന്നു. സാധാരണ പോലെ സംസാരിച്ചു. ഒരു തരത്തിലുള്ള ഭയം പോലും സംശയം പോലും കാണിച്ചില്ല. രാജലക്ഷ്മി ദേവിക്ക് തൻ്റെ ജീവിതത്തിലെ അവസാന ഭക്ഷണമാണ് ഇതെന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭക്ഷണം കഴിച്ച ശേഷം അമ്മ കിടന്നു. പതിയെ പതിയെ ബോധം നഷ്ടപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ ഉടൻ മകൾ ഗണേശിനെയും ധരണിധരനെയും വിളിച്ചു. അവർ വീട്ടിലെത്തി. പെൺകുട്ടി വാതിൽ തുറന്ന് രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു. 3 പേരും ചേർന്ന് കിടന്നിരുന്ന രാജലക്ഷ്മി ദേവിയുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. ഒരു തലയണെടുത്ത് അവളുടെ മുഖത്ത് അമർത്തി. ഉറക്കമരുന്നിന്റെ പ്രഭാവത്തിൽ അവർക്ക് പൂർണ്ണ ശക്തി ഇല്ലായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. കൈകാലുകൾ ചലിപ്പിച്ചു. എന്നാൽ ഇവർ കൂടുതൽ ശക്തിയായി തലയണ അമർത്തി. ധരണിധർ കൈകൾ പിടിച്ചു, മകൾ കാലുകൾ പിടിച്ചു. 3 പേരുടെയും ബലത്തിനിടെ 54 വയസ്സുള്ള സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. സ്വന്തം മകളാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുപോലും അറിയാതെ അമ്മ പിടയുകയായിരുന്നു. അങ്ങനെ രാജലക്ഷ്മി ദേവിയുടെ ജീവൻ അവസാനിച്ചു. ശേഷം മകൾ ഇരുവരെയും പുറത്തേക്ക് അയച്ചു. എന്നിട്ട് സഹായത്തിനായി നിലവിളിച്ചു. അയൽക്കാരെത്തി. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നത് ഇത് ദത്തെടുത്ത കുട്ടി എന്ന കാര്യം മാത്രമല്ല. പ്രധാന പ്രശ്നം ഒരു 13 വയസ്സുകാരിയുടെ മനോഭാവം എങ്ങനെയാണ് ഇത്ര ക്രൂരമായ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ്. പ്രായപൂർത്തിയായ യുവാക്കളുടെ മാനസിക സ്വാധീനം, തെറ്റായ ബന്ധങ്ങളിലുള്ള വികാരധീനത, നിയന്ത്രണങ്ങളെ വൈരമായി കാണുന്ന ഒരു കൗമാര മനസ്സ്, സോഷ്യൽ മീഡിയ വഴിയുള്ള രഹസ്യമായ ആശയവിനിമയം, ഇവയെല്ലാം ചേർന്ന് ഒരു ദുരന്തകരമായ ഫലത്തിലേക്ക് നയിച്ചു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൗമാരപ്രായം വളരെ സങ്കീർണമായ ഒരു ഘട്ടമാണ്. മാതാപിതാക്കളുടെ മേൽനോട്ടം, തുറന്ന സംഭാഷണം, ശരിയായ മാർഗനിർദ്ദേശം ഇവയെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹവും നിസ്വാർത്ഥതയും വിലമതിക്കാനാകാത്തതാണ്. തെറ്റായ സ്വാധീനങ്ങളും വികാരധീനമായ തീരുമാനങ്ങളും ഒരാളുടെ ജീവിതവും കുടുംബവും പൂർണ്ണമായി നശിപ്പിക്കും. കൗമാരപ്രായത്തിൽ ശരിയായ മാർഗനിർദ്ദേശവും നല്ല മൂല്യങ്ങളും അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും കുറ്റകൃത്യത്തിലേക്കോ ദ്രോഹത്തിലേക്കോ നയിക്കില്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. നമ്മളൊരു ദിവസം മുൻപൊരു വീഡിയോ കണ്ടതാണ്. സ്വന്തം അച്ഛൻ തന്നെ മകളെ ശാരീരികമായി ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതുമായ സംഭവം. ഇന്നിവിടെ സ്വന്തം മകൾ തന്നെ അമ്മയെ കൊല്ലുന്നൊരു സംഭവം. സത്യത്തിൽ നമ്മുടെ സമൂഹം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നിപ്പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കൺമുൻപിൽ കാണുന്ന നാളുകളാണ്, അല്ലെങ്കിൽ ഒരു കാലമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണണമെന്ന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.